വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗാണ് ഇത്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി, അതെന്തിനാ വെച്ചാൽ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കുക. ഇത് കാശ്മീരി മുളകാണ്, 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, അല്ല 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ടല്ലേ. മഞ്ഞളുടെ പൊടി നമുക്ക് 1 ടീസ്പൂൺ ഇട്ടെടുക്കാം. ഉപ്പ് ആവശ്യമുള്ള ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ചെറിയൊരു 2 കഷ്ണം ഇഞ്ചി ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് നന്നായി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിതുപോലെ അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നമുക്ക് ചിക്കന് ഇതിൻ്റെ മേലെ പരത്തിയെടുക്കാം. ചിക്കൻ്റെ മേലെ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ എല്ലാ പീസും ചെയ്തെടുക്കാം. ഈ രീതിക്ക് എല്ലാ പീസും ചെയ്തെടുക്കാം. നമുക്ക് ഈ വരഞ്ഞ് വെച്ച ചിക്കനിന് ഈ മസാല പരത്തിയെടുക്കാം. കണ്ടോ, എല്ലാ ചിക്കനും ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചേർത്തെടുക്കുക. ഉപ്പിട്ടതാണ് അരക്കുമ്പോൾ. കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് വേണം, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നന്നായി ചേർത്തെടുക്കുക. ഇത് നന്നായി ചേർത്തെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചേക്കണമെങ്കിൽ നന്നായി പിടിക്കുള്ളൂ ഇതിൻ്റെ മേലെ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അതുപോലെ നന്നായി ചേർത്തെടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മളെ ചിക്കനൊക്കെ നന്നായി മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായി ഇത് പിടിച്ച് വന്ന്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ടോ, ഇതിന് നമുക്ക് ഒന്ന് മുട്ടയിൽ മുക്കാം. ഇതേപോലെ മുട്ട അടിച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. അതിൽ മുക്കി കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുത്താലോ. ഇതുപോലെ എല്ലാ ചിക്കനും അതിൻ്റെ ലെഗെല്ലാം ഇതേമാതിരി എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് ഇട്ടെടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് എന്നിട്ട് നന്നായി പൊരിച്ചെടുക്കുക. തീ ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കാവുള്ളൂ. ഉണ്ടോ, ബ്രെഡ് ക്രംസ് നല്ലോണം ചേർത്തെടുക്കണേ. എന്നിട്ട് തീ ചെറുതാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊരിച്ചെടുക്കുക. നമുക്കിത് പൊരിക്കാം. ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കന് ഇട്ട് കൊടുക്കാം. തീ ചെറുതാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായി മുരിഞ്ഞ് വരും.
ചെറുതാക്കിയിട്ട് ഒഴിച്ച് ചേർത്തിട്ടുള്ളൂ. നന്നായി മരിഞ്ഞ് വരട്ടെ. ഉള്ളൊക്കെ നന്നായി വെന്ത് വരും. പിന്നെ നമ്മളിത് കൂട്ടിയിട്ട് കുറേ സമയം വെക്കുകയും ചെയ്തില്ലേ, ഉണ്ടോ? ഇപ്പം നന്നായി മുരിഞ്ഞ് വരട്ടെ. നമ്മൾ വെച്ചോട്ട് ചിക്കൻ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി വെച്ചോട്ടെ. കണ്ടോ? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കണ്ടോ? ഇതുപോലെ പൊരിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ മസാലയൊക്കെ ഒന്ന് അരച്ച് ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ കാണാം. ബൈ.